കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ല് സ്ഥിരതയില്ലാത്തൊരു സംവിധാനമായി മാറി എന്നൊരു ആക്ഷേപം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും അതിന് പിന്നാലെ ബീഹാറും വിവാദം കൂടി ഉയർന്ന പശ്ചാത്തലത്തിൽ ചുമതലയുണ്ടായിരുന്ന VT ബൽറാം അത് ഒഴിയുമെന്നുള്ള കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്റേതായിട്ടുള്ള ചില വ്യക്തിപരമായിട്ടുള്ള അസൗകര്യങ്ങൾ ദൈനംദിനം എന്നുള്ള നിലയിൽ ഇടപെടാനുള്ള സമയക്കുറവും താല്പര്യക്കുറവും ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹത്തോട് വീണ്ടും ഞാൻ തന്നെ പറഞ്ഞു. ഒപ്പം തന്നെ ആ ഒരു പോസ്റ്റ് തെറ്റായിപ്പോയി എന്നൊരു വിലയിരുത്തൽ പാർട്ടി നേതൃത്വത്തിനുമുണ്ട്. KPC പ്രസിഡന്റ് തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത് തെറ്റായിപ്പോയി അങ്ങനെ ഒരു പോസ്റ്റ് വന്നത് അത് കോൺഗ്രസ് ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. സൂക്ഷിച്ച് ചെയ്യേണ്ടതായിരുന്നു. അതിൽ ജാഗ്രത സൂക്ഷ്മത കുറവുണ്ടായിട്ടുണ്ട്, പിശക് വന്നിട്ടുണ്ട്. വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഈ ഒരു സംവിധാനം ഇപ്പോൾ കടന്നു പോകുന്നത്. ആദ്യമേ ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചെയർമാനായി വന്നിരുന്നത് അനിൽ ആന്റണിയാണ്. അനിൽ ആന്റണി BJPയിലേക്ക് പോയി. അതിന് പിന്നാലെ ഈ ചുമതല വഹിച്ചിരുന്നത് P സരിനാണ്. സരിൻ LDF സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിച്ചു. അങ്ങനെ രണ്ടുപേരും സ്ഥാനം ഒഴിഞ്ഞു. ആ സ്ഥാനവും ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ നാഥനില്ലാത്ത കളരിയായി കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ മീഡിയ സെല്ല് മാറിയ ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ പുനഃസംഘടന ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. ആരൊക്കെ ആ പുനഃസംഘടനയിൽ ഉണ്ടാകും, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി എടുത്തു കാണേണ്ടത്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.